ഒത്തിരി മുന്നേ ചെയ്ത വീഡിയോകളാണ് 39 ഡിഗ്രീൻ്റെ. വീണ്ടും ചെയ്യാൻ കാരണമുണ്ട്. എനിക്ക് കൂടുതൽ സന്തോഷം തരുന്നൊരു വീഡിയോയും കൂടിയാണ് ഇന്നത്തെ വീഡിയോ. 39 ഡിഗ്രി ട്രാക്ക് ചെയ്യുമ്പോൾ ഈ ഭാഗത്തേക്കാണ് ഡിഷ് തിരിഞ്ഞ് നിൽക്കുക. ഈ പ്ലാവിൻ്റെ രണ്ട് സൈഡിലായിട്ട് ആദ്യം 2 തെങ്ങുണ്ടായിരുന്നു. അതിപ്പോൾ വെട്ടിപ്പോയി. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റില്ല. തെങ്ങ് രണ്ടും പോയി കഴിഞ്ഞു. പ്ലാവിൻ്റെ മേൽഭാഗം വെട്ടിപ്പോയി. പ്ലാവ് അടിഭാഗം മാത്രം നിർത്തിയിട്ടുള്ളൂ. ആ തെങ്ങുള്ള സമയത്ത് എനിക്ക് 39 ഡിഗ്രിയിൽ നിന്ന് ചാനൽ കിട്ടിയിരുന്നത് രാത്രി സമയത്ത് ട്യൂൺ ചെയ്യുമ്പോൾ 220 ചാനൽ വരെയാണ്. ഇപ്പോൾ അതിൽ കൂടുതൽ ചാനൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് 39 ഡിഗ്രിയിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽ നോക്കാം. സോളിഡ് 720 മീറ്ററിൽ പകൽ സമയത്ത് കിട്ടുന്ന സിഗ്നലാണ്. പകൽ സമയത്ത് സിഗ്നൽ കിട്ടുമ്പോൾ ആ സിഗ്നലിനെക്കാട്ടും കൂടുതലായിരിക്കും രാത്രി സമയത്ത് കിട്ടുക. പിന്നീട് സ്ട്രോങ് TP കാണിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെ. കാരണം സ്ട്രോങ് TP പുതിയതായിട്ട് ട്രാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ട്രോങ് TP അറിയണം, ഏതാണ് കൂടുതൽ സിഗ്നൽ കിട്ടുന്ന TP. അപ്പോൾ അത് വെച്ചിട്ട് വേണം നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് മീറ്ററിൽ കിട്ടുന്ന സിഗ്നൽ ആദ്യം നോക്കാം. 39ൻ്റെ സ്ട്രോങ് TP ആണത്. 12,214 വെർട്ടിക്കൽ 30,000. ഈ സിഗ്നൽ പകൽ സമയത്ത് 9 മണിക്ക് എടുത്തതാണ്. ഇത്രയും സിഗ്നൽ പകൽ സമയത്ത് കിട്ടുമ്പോൾ രാത്രി എത്ര സിഗ്നൽ കിട്ടുമെന്ന് ഓട്ടോ കവറേജ് സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുന്ന ആളുകൾക്കറിയാം. പൊതുവേ ഓട്ടോ കവറേജിൻ്റെ സിഗ്നൽ രാത്രിയാണ് കൂടുന്നത്. ഓരോ TPൻ്റെ സിഗ്നലാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാ TP ഇല്ല, കുറച്ച് TP അതിൻ്റെ സിഗ്നലാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ സിഗ്നലാണ് പകൽ സമയത്ത് കിട്ടുന്നത്. ഈ 220 ചാനലിൽ നിന്ന് 271 ചാനലിലേക്ക് എത്തിക്കാൻ പറ്റി. അപ്പോൾ നല്ലൊരു മാറ്റമാണ് ഈ 2 തെങ്ങ് വെട്ടിയതിന് ശേഷം എനിക്ക് 39 ഡിഗ്രിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.